കണ്ണാ, കണ്ണാ, എവിടെയാ കണ്ണൻ? എവിടെയാ പൊന്നുണ്ണി? എവിടെയാ? കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും. കണ്ണാ, 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 അമ്മനെ തെരയാനിന് എവിടെ ഇല്ലല്ലോ. എവിടെയാ കണ്ണാ? എവിടെയാ? അതാ പൊന്നുണ്ണിക്കണ്ണൻ, അതാ ശ്രീലകത്ത് കാളിയ മർദ്ദനാടുന്നു. ആ ഭാവത്തിലാണ് ഭഗവാൻ ഇന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ. കണ്ണൻ അതാ നിൽക്കുന്നു. യശോദാമ്മ തെരഞ്ഞുകൊണ്ട് കിടക്കാണല്ലേ പൊന്നുണ്ണിക്കണ്ണനെ. എവിടെയായിരിക്കും എന്റെ കണ്ണൻ? കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ട് നടക്കാണ്. കണ്ണനതാ കാളിയന് മേൽ നൃത്തമാടുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് കണ്ണനെ ഇങ്ങനെ യശോദാമ്മ തെരഞ്ഞുകൊണ്ട് നടക്കാല്ലേ. നമ്മളും തെരയാണ്. കണ്ണൻ എവിടെ പോയി? കണ്ണൻ ഇന്ന് എവിടെയാ? കാണുന്നില്ല. അതാ ആ കാളിന്തി നദിയിൽ ആ കാളിയന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് കയ്യിലൊരു റോസാപ്പൂവും പിടിച്ചുകൊണ്ട്, ആ വലത് കൈയിൽ ആ റോസാപ്പൂ പിടിച്ചിട്ടുണ്ട്, ഇടത് കൈയിൽ കാളിയന്റെ ആ വാല് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. എന്നോടൊപ്പം കണ്ണനെ കാണാൻ, ശ്രീലകത്ത് ഉള്ള കണ്ണനെ കാണാനായിട്ട് എല്ലാവരും എന്നോടൊപ്പം വരിക. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എല്ലാവരും എൻ്റെ ശബ്ദത്തോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് വരിക. ആ ഗുരുഭവനപുരിയിലേക്ക് എത്താട്ടോ. മനസ്സ്, എല്ലാവരുടെയും മനസ്സ് എന്നോടൊപ്പം വരികയാണ്. എവിടെ ഇരുന്നായാലും എന്നെ കേൾക്കുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ അടുത്തെത്താം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേശ രാധേശ. ആ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് നമുക്കിന്ന് കാണാനായിട്ട് കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ പോവാണല്ലേ. ഇന്ന് എന്തായിരിക്കും ഉച്ചപൂജ അലങ്കാരം? നടയടച്ച് തുറന്നതിന് ശേഷം ആ കളമ്പ അലങ്കാരത്തിൽ പൊന്നുണ്ണി എങ്ങനെയാ നിൽക്കുന്നുണ്ടാവുക? ആകാംക്ഷയാണല്ലേ, കാണാനായിട്ടുള്ള കൊതിയാണ്. എങ്ങനെയായിരിക്കും പൊന്നുണ്ണി ശ്രീലകത്തുണ്ടാവുക എന്നുള്ളത് അല്ലേ. അതാ നിൽക്കുന്നു അവിടെ ആ ശ്രീലകത്ത് ആ നെയ്ത്തിരി വെട്ടത്തിന്റെ ആ പൊന്നിൻ ശോഭയിൽ ഇങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ കളഭാലങ്കാരത്തിൽ കാളിയന് മേൽ നൃത്തമാടുന്ന ഭാവമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണോ യശോദാമ്മ കണ്ടത് അതേപോലെ തന്നെയാണ് നമ്മളും വളരെ ആശ്ചര്യത്തോടു കൂടി ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാണ്. അതാ നോക്കൂ, പൊന്നുണ്ണി ആ കാളിയന് മേൽ നൃത്തം ചവിട്ടാണ്. എത്ര അതിമനോഹരമായിട്ടാണ് അല്ലേ. ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരി ഒന്ന് കാണാം. ആ കണ്ണിലെ തിളക്കം ഒന്ന് കണ്ടോ? എന്ത് സന്തോഷാല്ലേ. ആ ഉണ്ടമാലയൊക്കെ ഇങ്ങനെ ആടുന്നത് കണ്ടോ? വാല് എവിടെയാ? വാല് പൊന്നുണ്ണിക്കണ്ണന്റെ ഇടത് കൈയിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. കാളിയനെ ഒന്ന് നോക്കി നോക്കിയേ. കാളിയൻ അതാ തല കുനിച്ച് നിൽക്കുന്നു. കാളിയന്റെ എന്തെങ്കിലും ഒരു ഭാവമുണ്ടോ അവിടെ? തല കുനിച്ച് നിൽക്കുന്ന കാളിയനെ നമ്മൾ കാണുന്നു. തലയ്ക്ക് മുകളിൽ നൃത്തം ചവിട്ടുന്ന അതിമനോഹരമായ പാദങ്ങൾ വെച്ചുകൊണ്ട് ആഞ്ഞും ചാഞ്ഞും ചിരിഞ്ഞും ഒക്കെ നൃത്തമാടുന്ന ആ തലയ്ക്ക് മുകളിൽ അടുത്ത തലയിൽ വെക്കുന്നു, ഇപ്പുറത്തെ തലയിൽ വെക്കുന്നു. അങ്ങനെ ആ കുഞ്ഞു പാദങ്ങൾ ആ കാളിയന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്നു. അതിമനോഹരമായ ആ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് നമ്മളിന്ന് കാണുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഈ ഒരു അലങ്കാരത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ കണ്ടില്ലേ, ആ ഉണ്ടമാലയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. തുളസിയും തെച്ചിയൊക്കെ കലർന്നിട്ടുള്ള ഉണ്ടമാല ഇട്ടിട്ടുണ്ട്. പൊന്നിൻ കിരീടം ഇട്ടിട്ടുണ്ട്. അതുപോലെ കയ്യിലതാ വലത് കയ്യിൽ ആ പൊന്നു താമരയുണ്ട്, താമര പിടിച്ചിരിക്കുന്നു. ഇടത് കൈയിൽ കാളിയന്റെ വാലാണ് പിടിച്ചിരിക്കുന്നത്. അരമണി കിങ്ങിണി ഒക്കെ ഇങ്ങനെ തെളിഞ്ഞാടുന്നു. അതായത് പൊന്നുണ്ണിക്കണ്ണന്റെ ആ നൃത്തത്തിൽ, ആ നൃത്തലാസ്യത്തിൽ അങ്ങനെ കാലുകളും കൈകളും ഒക്കെ ഇങ്ങനെ അങ്ങനെ തിളങ്ങുന്നു അല്ലെ. അതുപോലെയാണ് ആ പൊന്നിൻ കിരീടം കാണുന്നുണ്ട്.
ആ ഗോപി ചന്ദനക്കുറി കാണുന്നുണ്ട്, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ആ സ്നേഹം കണ്ടോ? ആ കണ്ണിലെ ആ തിളക്കം കണ്ടോ? ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ? എന്താ ഭാവം? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അതാ നിൽക്കാണ് കാളിയന്റെ ആ കാളിന്തി നദിയിൽ. കാളിയൻ കുറേ നാളായില്ലേ അഹങ്കാരം വെച്ചുകൊണ്ട് ഇങ്ങനെ ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന രീതിയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ കാളിന്തി നദിയിലൊക്കെ ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ട്, അങ്ങനെ ആ ഉഗ്ര വിഷം തുപ്പിക്കൊണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. കാളിയന്റെ മുകളിലാണ് പൊന്നുണ്ണി. കാളിയനെ തെരഞ്ഞു പോകുന്നു. കാളിയന്റെ ആ ഉഗ്രമായിട്ടുള്ള ആ ഭാവത്തെ, അഹങ്കാരത്തെ, ആ തിന്മയെ ഇല്ലാതാക്കാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ ആ കാളിയന്റെ പത്തിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു. ആദ്യം കാളിയൻ വിചാരിക്കുന്നുണ്ട്, ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, ഈ കുഞ്ഞിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കാണുന്നു. പക്ഷേ ഓരോ കാലുകൾ വെക്കും തോറും കാളിയന്റെ തല കുനിഞ്ഞു പോകുന്നു. ആ ഓരോ കാലും വെക്കുന്നത് കിൻഡൽ കണക്കിനുള്ള വെയിറ്റാണ്. പരബ്രഹ്മമായിട്ടുള്ള സശാൽ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ, പൊന്നു നാരായണൻ, ആ ഭഗവാനാണ് ആ ഓരോ കാലുകളും കാളിയനമേൽ തലയുടെ മകളിൽ അമർത്തുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എങ്ങനെയുള്ള ഭാവം ഇന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിൽ നമ്മൾ കാണുന്നു. ഭഗവാൻ എപ്പോഴും പല അലങ്കാരത്തിലും നമ്മളിങ്ങനെ കണ്ണനെ കാണുമ്പോൾ ഭഗവാൻ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരത്തെ, ആ തിന്മയെ എല്ലാം ഒന്ന് പുറത്തു കളയൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ മനുഷ്യരിലും എല്ലായിടത്തും, നമ്മൾ കാണുന്ന എല്ലായിടത്തുമുള്ള ആ നമ്മുടെ മനസ്സിലുള്ള ആ വിഷം ഒന്ന് പുറത്ത് കളയൂ. എന്നിട്ട് തിന്മയൊക്കെ വെടിഞ്ഞ് നന്മയോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കണ്ണൻ സശാൽ ഭഗവാൻ നമ്മളോട് പറയാതെ പറഞ്ഞു തരുന്നു. ആ ഭാവമാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ആ പൊന്നുണ്ണിക്കണ്ണൻ ആ വിഷം തുപ്പുന്ന കാളിയൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ പൊന്നുണ്ണി നമ്മളെ നോക്കി ചിരിക്കുന്നു. ആ ചിരിക്കുന്ന ഭാവമാണ് നമ്മളിന്ന് കാണുന്നത്. ആ കാളിയൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുന്ന പോലെ നമ്മുടെ ചെറുതായാലും നമ്മുടെ ഉള്ളിലും ഉണ്ടാവില്ലേ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു എന്തൊക്കെയാണ്, ഞാൻ ആരൊക്കെയാണ് എന്നുള്ള ചില ചെറിയ ചെറിയ തോട്ട്സ് ഉണ്ടാവില്ലേ, എല്ലാം ഒന്ന് കളയാം. ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ സർവ്വതും സമർപ്പിക്കുക. എല്ലാം അറിയുന്ന പൊന്നു കണ്ണൻ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാ ആപത്തുകളും തീർക്കാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമതകളും മാറ്റി, എല്ലാ വിഷത്തെയും മാറ്റി നമ്മൾ പരിപൂർണ പരിശുദ്ധരാക്കി പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമങ്ങളൊക്കെ മാറുമ്പോൾ, ആ വിഷമൊക്കെ മാറുമ്പോൾ നമ്മൾ പരിശുദ്ധരാകുന്നു. അങ്ങനെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, മനസ്സ് പരിശുദ്ധമാകുമ്പോൾ കണ്ണൻ നമ്മുടെ ഉള്ളിലാണുള്ളത്. ആ പത്മം, ആ താമരയിൽ, നമ്മുടെ മനസ്സാകുന്ന താമരയിൽ, അതാണ് വലത് കൈയിൽ പിടിച്ച ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ താമരയിൽ നമ്മുടെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുമ്പോൾ ഭഗവാൻ അവിടെ കുടികൊള്ളുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കണ്ണൻ കുടികൊള്ളുന്നുണ്ട്. അതാണ് ആ വലത് കൈയിലെ താമര. ആ താമരയിൽ, നമ്മുടെ മനസ്സാകുന്ന താമരയിൽ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ ഉള്ളിലെല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊണ്ട്, നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർക്കാനായിട്ട്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീർക്കാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അതാണ്, ആ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ കാണുന്നത്. ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം. ആ ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് ആ മുഖത്തെ പുഞ്ചിരി, ആ മനസ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോട് പറയുന്നു, എല്ലാ കളങ്കങ്ങളും വെടിഞ്ഞുകൊണ്ട് ഇതാ ഞാനുണ്ട് കൂടെ, നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പം ഭഗവാനുണ്ട്, ആ പൊന്നുണ്ണിക്കണ്ണനുണ്ട്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുടിയിരിക്കുകയാണ്.
ആ പൊന്നു താമരയിൽ പൊന്നുണ്ണിക്കണ്ണൻ നമുക്കായിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്, നമ്മളെങ്ങനെ കാത്തു രക്ഷിക്കാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ചേരാണ്. ആ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് കാളിയമർദ്ദന രൂപത്തിൽ നമ്മൾ കാണുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ ആ തിരുസന്നിധിയിലേക്ക് എത്തിയിട്ടുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ ഗുരുഭവനപുരിയിൽ നേരിട്ടെത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും ഭഗവാൻ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പറയാറുള്ള പോലെ ലോകത്ത് എമ്പാടുമുള്ള രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട്, കഷ്ടപ്പാടും വേദനകളും വിഷമങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു നേരമെങ്കിലും കണ്ണൻ്റെ അടുത്തേക്ക്, ആ തിരുമുന്നിൽ, ആ ശ്രീലകത്ത് വന്നു നിന്ന് ഒന്ന് പറയാൻ, എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ടല്ലേ. ഓരോ വീടുകളിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം, കേൾക്കാം. എല്ലാവരുടെ മനസ്സിലേക്കും ഭഗവാന്റെ ആ ദിവ്യപ്രകാശം, ആ ദിവ്യരൂപം എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ആ ഭഗവാൻ എല്ലാവർക്കും തണലായിട്ട് കൂടെയുണ്ടാവട്ടെ. അങ്ങനെ എപ്പോഴും ചേർത്ത് പിടിക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്യം രാധേശ്യം. ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്യാം, രാധേശ്യാം.